ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തക്കാളിയൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുട്ടക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുട്ടക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം. അപ്പോൾ ഞാനതൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുവാണ്. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സവാള ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാളയും 3 ചെറിയ സവാളയും നീളത്തിന് കനം കുറച്ച് അരിയിട്ട് ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ എത്രയാണോ കറി ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 എരിവുള്ള പച്ചമുളകും ചേർക്കുവാണ്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ടൊക്കെ വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. സവാള ഡ്രൈ ആകാതെ നല്ല സോഫ്റ്റായിട്ട് വരാനും അതുപോലെ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർക്കുവാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരണം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് കിട്ടുന്നത് വരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് 2 നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കും. എപ്പോഴും മുട്ടക്കറിക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ട് വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാനായിട്ട്. വെള്ളം ചേർക്കുമ്പം പച്ചവെള്ളം ചേർക്കരുത്, നല്ല ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് ചേർക്കാതെ ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നല്ല കുറുകിയ ചാറായി കിട്ടും. ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുമ്പം ചൂടുവെള്ളം തന്നെ ചേർക്കാം. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നതനുസരിച്ചിട്ട് നല്ല കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുവാണ്. പുളിക്ക് അനുസരിച്ചിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് ഗരം മസാല ചേർക്കുക. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 നുള്ളു വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവ ചേർക്കുവാണ്. ഉലുവപ്പൊടി ചേർക്കുമ്പം കൂടി പോകരുത്, 1 നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്, വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ കറിയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ മസാല എല്ലാം മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് മസാല എല്ലാം മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്.
ഇത് അപ്പം, ചപ്പാത്തി, പുട്ട്, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.